السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹ സമ്പന്നരായ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, വിശുദ്ധ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ 10 അവസാന സമയങ്ങളിലാണ് നമ്മളുള്ളത്. ഖുർആൻ വെളിച്ചമെന്ന ഈ സെഷൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ നമ്മളിങ്ങനെ ഒരല്പസമയം അവൻ്റെ ദീൻ പറയുവാനും അത് കേൾക്കുവാനും വേണ്ടി ഒരുമിച്ച് കൂടുക, അതിന് സമയം കണ്ടെത്തുക എന്നുള്ളത് നമുക്കതിന് തൗഫീഖ് നൽകിയത് അവൻ്റെ ഒരൗദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാനുള്ള സബബായി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കാനും മറ്റു കർമ്മങ്ങളിൽ വ്യാപൃതരാവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയ എന്നോടും നമ്മോടെല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലാഭങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയവരായി മാറും. അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകതകൾ ആണല്ലോ നമ്മൾ പറഞ്ഞത്. പ്രത്യേകമായും ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തണം. അതിനുള്ള ഒരു വേദി കൂടെയായി ഈ വിശുദ്ധ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഹിമല്ലാഹു വാലിദൻ അആന വലദഹു അലാ ബിർരിഹി, നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി മക്കളെ പ്രേരിപ്പിക്കുന്ന ഉപ്പയ്ക്ക്, മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ കരുണയുണ്ടാവട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം നിവേദനം ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളെ, ആ മക്കളോട് നന്മ ചെയ്യൽ കൊണ്ടുള്ള പ്രേരണ, അവരോട് ഈ ഇളം പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് ഉപ്പയും ഉമ്മയും ഇറങ്ങിച്ചെന്ന് അവരുടെ നന്മയെ തട്ടുണർത്തി അവരുടെ കഴിവുകളെ ഉണർത്തിക്കൊണ്ട് ധാരാളം നന്മകളിൽ വ്യാപൃതരാവാനുള്ള വഴി അവർക്ക് തെളിയിച്ചു കൊടുക്കണം. നാം അവരെ ശകാരിക്കുന്നതിനു പകരം നാം അവർക്കൊപ്പം ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ നിസ്കരിച്ചു കാണിച്ചും ജമാഅത്തിന് പോയി കാണിച്ചും മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കാണിച്ചു കൊടുത്തും തൻ്റെ മക്കളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു ഉപ്പയായി, ഒരു ഉമ്മയായി നമ്മൾ മാറേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ എടുക്കുന്ന പ്രഖ്യാപനങ്ങളിൽ നമ്മുടെ മക്കളിലുള്ള വലിയ ജാഗ്രത നമ്മൾ പുലർത്തിയേ മതിയാകൂ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന നമ്മുടെ മക്കൾ, ആ മക്കളെ നമ്മുടെ കരവലയത്തിലായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഈ കാലത്ത് ഒരു ദൗത്യമാണ്, ഒരു ജിഹാദാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്ന പുതിയ കാലത്തും പുതിയ സാഹചര്യത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നന്മകളെ അവരിലേക്ക് പകർത്തിയാൽ വളരെ സൗമ്യമായും സൗഹൃദപരമായും നാം അവരോട് മിണ്ടാനും നാം അവരോട് സല്ലപിക്കാനും സമയം കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും അകന്നു പോവുകയില്ല.
നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുകയില്ല. ഒരല്പസമയം മൊബൈൽ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കുടുംബിനിയോടും തൻ്റെ മക്കളോടുമൊപ്പം ഇരുന്നു കൊണ്ട് അല്പസമയം നമ്മൾ നാട്ടുവർത്തമാനങ്ങൾ പറയുകയും അതിനിടയ്ക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞ നന്മകളെക്കുറിച്ച് രസകരമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇന്നു നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്. നാം തമാശ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിനിടയിലൂടെ നാം നന്മകളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നാം ജീവിക്കേണ്ട മാതൃകകളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉപ്പാപ്പമാരും ജീവിച്ച, കഴിഞ്ഞ വലിയ മഹാന്മാർ ജീവിച്ച നല്ല നന്മകളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതിനുള്ള പ്രഖ്യാപനം ഈ വിശുദ്ധ റമദാനിൽ നമ്മിൽ നിന്നുണ്ടാവണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ ഹഖ്ഖിൽ വലദി അലാ വാലിദിഹി, ഒരു കുട്ടിയോട് മാതാപിതാക്കൾക്കുള്ള കടമ അയ്യുഅല്ലിമഹുൽ കിതാബത, അവരെ എഴുത്തു പഠിപ്പിക്കണം, ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കണം, അറിവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. വ അയ്യുഹസ്സിനസ്മ, ഒരു കുട്ടിയോട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ നന്മ അവൻ്റെ പേര് നന്നാക്കിയിടുക എന്നുള്ളതാണ്. നല്ല ഒരു പേര്, നാളെ ജനങ്ങൾ സ്തുതിക്കുന്ന ഒരു പേര് അവനിലുണ്ടായിരിക്കണം. പുതിയ കാലത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും പേരു ചേർത്ത് ആ കുട്ടിക്കു തന്നെ തൻ്റെ പേരുച്ചരിക്കാൻ കഴിയാത്ത, എന്തോ പ്രയാസമേറുന്ന ചില വരികളും വാചകങ്ങളും കൊണ്ട് എന്തൊക്കെയോ ചില കെട്ടിക്കൂട്ടലുകൾ, അതാണിന്നത്തെ പേരുകൾ പലതും പ്രയാസമായി മാറുന്നതും. അങ്ങനെയുള്ള പേരുകൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാക്കാൻ ഇടയില്ല. സ്വാഭാവികമായും പേരുപോലെയുള്ള ദുശ്ശീലങ്ങളിലേക്ക് അവർ മാറി ചിന്തിക്കാനും കാരണമാകുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതു പേരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങൾ അബ്ദുല്ല എന്നും അബ്ദുറഹ്മാൻ എന്നാണെന്നും ഹദീസിൽ കാണാം. നോക്കൂ നിങ്ങൾ, ഈ പുതിയ കാലത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പേരുകളിൽ, ഈ പറയപ്പെട്ട പേരുകളിൽ ഏതാണ് നമ്മുടെ കുട്ടിക്ക് നിങ്ങൾ ഇട്ടിട്ടുള്ളത്? വരും തലമുറക്ക് നിങ്ങൾ ആരാണ് ഇങ്ങനെയുള്ള നന്മയുള്ള പേരുകൾ ഇടാൻ തയ്യാറായിട്ടുള്ളത്? നമ്മളെല്ലാവരും ചിന്തിക്കണം. ഞാൻ എൻ്റെ മകന് പേരിട്ടിട്ടുള്ളത് അബ്ദുല്ല എന്നാണ്. ഞാനിനി ഒരു മകൻ പിറക്കാൻ ഉണ്ടെങ്കിൽ അതിന് പേരിടുക അബ്ദുറഹ്മാൻ, എൻ്റെ പേരും അബ്ദുറഹ്മാൻ എന്നാണ്. ഞാൻ അങ്ങനെ തന്നെ പേരിടാൻ താല്പര്യപ്പെടുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. മഹാന്മാരായ ഉലമാ പറഞ്ഞതു കാണാം, മുഹമ്മദ് എന്ന നാമമുണ്ടെങ്കിൽ നരകം അവന് ഹറാമായിരിക്കുമെന്ന് പഠിപ്പിച്ചതു കാണാം. ഇങ്ങനെയുള്ള നന്മയുള്ള പേരുകൾ ഇടുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്, മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മറ്റൊരു കാര്യമാണ്, അവർക്ക് പ്രായം തികയുന്നുവെങ്കിൽ അവരെ കെട്ടിച്ചു പറഞ്ഞയക്കണം, വിവാഹം ചെയ്തു പറഞ്ഞയക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായം തികഞ്ഞു, എത്രയോ പ്രായമായിട്ടും ജോലി ലഭിക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരുപക്ഷെ പ്രാരാബ്ദം കൊണ്ടായിരിക്കാം. സ്വന്തം മക്കളെ അവർക്ക് പ്രായം തികഞ്ഞാലും അവരുടെ ചെലവുകൾ നോക്കാൻ നമുക്ക് കെൽപ്പുണ്ടെങ്കിൽ, നമുക്കതിനുള്ള ആവതുണ്ടെങ്കിൽ നാം അവരെ കല്യാണം കഴിച്ച് നമ്മൾ തന്നെ ചെലവ് കൊടുക്കണം. അവർക്ക് ആവതാകുന്ന സമയത്ത് അവരിലേക്ക് അത് ഏൽപ്പിച്ചാൽ മതി. അതുവരെ അവരുടെ ദൗത്യവും അവരുടെ മുന്നോട്ടുള്ള ഗമനവും നമ്മുടെ കരങ്ങളിലായിരിക്കണമെന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. പ്രായം തികഞ്ഞാൽ കെട്ടിച്ചയക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ വലിയ പഠനങ്ങൾക്കു വേണ്ടി സുരക്ഷിതമായ മേഖലകളിലേക്ക് വിടുന്നതിന് ഈ ഹദീസ് ഒരിക്കലും അന്യമല്ലെങ്കിൽ പോലും പുതിയ കാലത്ത് നമ്മളിൽ നിന്ന് അകന്നുപോയാൽ, കണ്ണകന്നാൽ കൽബകന്നു എന്ന് പഴമക്കാർ പറയുന്നത് എത്ര സത്യമാണെന്ന് നാം ഓർക്കണം. നമ്മുടെ കൺവലയത്ത് ഇട്ടാവട്ടത്തിലുള്ള മക്കളെ പോലെയല്ല
നമ്മുടെ കണ്ണിൽ നിന്നും അകന്നു താമസിക്കുന്ന മക്കളുടെ ജീവിതവും ശൈലിയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉപ്പയെ കണ്ടുകൊണ്ടിരിക്കുന്ന മകന് ആ ഉപ്പയെ റോൾ മോഡലായി കൊണ്ടു നടക്കാൻ സാധിക്കും. ഉമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്ന മകന് ആ ഉമ്മയെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇതില്ലാത്ത ഒരു മകനെയും മകളെയും നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. ആ മകൻ്റെ ആ മകളുടെ ചെയ്തികളും ശീലങ്ങളും അവരുള്ള ഇടത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും അവർ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായും നമ്മുടെ ഹൃദയം അകന്നു പോവാൻ നമ്മുടെ അകലങ്ങൾ അതൊരു പ്രത്യേകമായ കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അവൻ തൻ്റെ മക്കളോട് കാണിക്കേണ്ട അറിവ് നുകർന്നു കൊടുക്കേണ്ട ദൗത്യവും പേര് നല്ല പേരിടണമെന്ന് പറഞ്ഞുള്ള ദൗത്യവും അതോടൊപ്പം വിവാഹപ്രായമെത്തിയാൽ അവർക്ക് അനുയോജ്യരായ ഇണകളെ കണ്ടെത്തി കെട്ടിച്ചയക്കുക എന്നുള്ളത്, ആണിന് നല്ല ഇണകളെ കണ്ടെത്തി കൊടുക്കുക, പെണ്ണിന് നല്ല ഇണയെ കണ്ടെത്തി അവരിലേക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കുക എന്നുള്ള മഹാദൗത്യം നിർവഹിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കളെ കൂടെയുണ്ടെങ്കിൽ മക്കൾ നമ്മുടെ കൂടെയുണ്ടാകും. പിന്നെ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യം വരില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അപൂർവമായുള്ള പ്രയാസ വാർത്തകളെ വന്നിട്ടുള്ളൂ. അല്ലാതെയുള്ള കുടുംബങ്ങളിൽ നിന്ന് മക്കളുടെ പരിപാലനം, മകൻ്റെ പരിപാലനം ഉപ്പ ഏറ്റെടുക്കാത്ത, ഉമ്മ കാണാത്ത പ്രയാസങ്ങളേറിയ എത്രയോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്ന് ദിനേനയെന്നോണം ആ കുടുംബം ഒരിക്കലും കേൾക്കാൻ പ്രയാസപ്പെടുന്ന, ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളല്ലേ ഇന്നും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കാൻ സാധ്യതയുള്ളത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വല്യുമ്മയും വല്യുപ്പയും ഒക്കെ പഠിപ്പിച്ച പാതയിലൂടെ വന്നവരാണെങ്കിൽ ആ വഴിയെ കണ്ടറിഞ്ഞ മക്കൾ ആ വഴിയിൽ നിന്നും വ്യതിചലിച്ച് പോവാൻ ഒരിക്കലും സാധ്യതയില്ല. അപൂർവമായേ ആ വഴി, ആ വര ചാടി പുറത്തേക്ക് പോവുകയുള്ളൂ എന്നതാണ് സത്യം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അക്രിമു ഔലാദക്കും, നിങ്ങളെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കണേ, വ അഹ്സിനു ആദാബഹും, അവരോടുള്ള മര്യാദകൾ നിങ്ങൾ അവർക്ക് നന്മയായി പറഞ്ഞു കൊടുക്കണേ, മര്യാദകളെ പഠിപ്പിക്കണേ നിങ്ങളെ മക്കളെ. അവരോട് നിങ്ങൾ ബഹുമാനപൂർവ്വം പെരുമാറണമെന്ന്, ബഹുമാനിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതു സമയത്തും മക്കളെ കാണുമ്പോൾ ഗൗരവസ്വരം നമ്മൾ ഇട്ടേച്ചു പോകണം. വേണ്ടയിടത്ത് നമ്മുടെ കണ്ണിൻ്റെ ഉരുട്ടലും നമ്മുടെ ശൈലിയുടെ മാറ്റങ്ങളും ആവാമെന്നുള്ളത് ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ സൗമ്യവും വളരെ സന്തോഷവും നിറഞ്ഞ മുഖത്തോടുകൂടെ മക്കളെ വരവേൽക്കുകയും അവരെ ഒന്ന് ചുംബിക്കുകയും അവരെ ഒന്ന് ആശ്ലേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ കടമയാണ്. പ്രത്യേകിച്ച് പിതാക്കളാകുന്ന നമുക്കാണല്ലോ ഒന്ന് ഗൗരവസ്വരം കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ കാലത്ത് ഇറക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. നാം നമ്മുടെ മക്കളെ നമ്മുടെ സുഹൃത്തിനെ പോലെ കണ്ടുകൊണ്ട് അവരോട് സ്നേഹത്തിൽ കാര്യങ്ങളെ പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്രിമു ഔലാദക്കും, നിങ്ങളെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തൊക്കെ ദൗത്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കണം. എല്ലാ മക്കളെയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണമെന്നില്ല. അവരോട് ക്ഷമയും ശീലിപ്പിക്കണം, അവരോട് ക്ഷമയെ നല്ലോണം പഠിപ്പിക്കണം. കാരണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ, വാങ്ങാൻ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉള്ള സൗകര്യങ്ങളിലും ഉള്ള വിഭവങ്ങളിലും തൃപ്തിപ്പെടാനുള്ള മനക്കരുത്തും അത് വരും കാലങ്ങളിൽ അവരുടെ പിൻതലമുറക്കാർക്കും പകർന്നു കൊടുക്കേണ്ട രൂപത്തിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടെ പഴയകാല ചരിത്രങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രസകരമായി അവർക്കിടയിൽ ഇത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മുടെ തന്നെയായിരിക്കും, നമ്മിൽ നിന്നും അകന്നു മാറുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വ അഹ്സിനു ആദാബഹും, അവർക്ക് കൊടുക്കേണ്ട മര്യാദകളെ, അവർ ജീവിക്കേണ്ട പരിസരങ്ങളെ അവർക്ക് തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദൗത്യങ്ങളാണിതൊക്കെ. അവസാനം ഒരു ഹദീസ് കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അവിടുന്ന് പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷി വൽ കബായിർ. മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, ഏറ്റവും വലിയ കുറ്റങ്ങളുടെ നേതാവാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മദ്യമെന്ന് പറയുന്ന ഇടത്തിൽ, ആ ഗണത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കടന്നു വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ തുടക്കവും അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തൂണും മദ്യമാണെന്നുള്ളത് നാം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ആ രംഗത്തേക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽപ്പക്കത്തിലുള്ളവർ അവർ എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. എല്ലാ തമ്മാടിത്തരവും എല്ലാ പ്രയാസങ്ങളും നമ്മിലേക്കും കുടുംബത്തിലേക്കും നാട്ടിലേക്കും വന്നു കയറുന്നത് ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിൽ നമ്മുടെ മക്കൾ അകപ്പെടുമ്പോഴാണ്. നമ്മുടെ നാട്ടിലെ പിഞ്ചളം പ്രായക്കാർ ഇതിൽ ചെന്ന് പെടുമ്പോഴാണ് നമ്മളെല്ലാവരും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ലഹരി ഉപയോഗങ്ങൾ വിഭാടനം ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം കൂടെ ഈ വിശുദ്ധ റമദാനിൽ നാം നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങേണ്ടതുണ്ട്. ആ വിഷയങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ മക്കളെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് റീ അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ നമ്മുടെ മക്കളെ കൊണ്ടുപോയി അവർക്ക് വേണ്ട ക്ലാസ്സുകളും മറ്റും കൊടുത്ത് അതിൽ നിന്നും മാറ്റിയാൽ, നാം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പത്രത്തിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ട്, റീ അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് ധാരാളം കാലം തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തും തൻ്റെ മനസ്സും മജ്ജയുമൊക്കെ നശിച്ചുപോയ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമുക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു, ഞാനിതിൽ നിന്ന് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ആ ലഹരിക്കെതിരെയുള്ള സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അതുപോലെ നമ്മുടെ മക്കൾ ഒരിക്കലും ഇങ്ങനെയുള്ള കണിവലകളിൽ അകപ്പെട്ടു പോവരുതെന്നുള്ള ജാഗ്രത, അവരുടെ കണ്ണും കാതും ജീവിതവും നമ്മളായി മാറേണ്ടതുണ്ട്. അവർ പോകുന്ന ഇടം, അവർ സഞ്ചരിക്കുന്ന ഇടം, അവരുടെ ജോലിയുടെ ഇടങ്ങൾ, അവർ ഏതു മാർഗങ്ങൾ സ്വീകരിക്കുന്നു, ആരാണ് അവരുടെ കൂട്ടുകാരെന്നൊക്കെ നാം ഇടക്കിടക്ക് അന്വേഷിക്കുകയും സൗഹൃദപരമായി അതിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കനിഞ്ഞേൽകിയ, നമുക്ക് തന്ന ഇങ്ങനെയുള്ള നേരായ ജീവിതത്തിൻ്റെ മാർഗങ്ങളെ സ്വീകരിക്കുവാനും അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒരു തലമുറക്ക് കൈമാറുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച പാതയിൽ, മുത്തുനബി പഠിപ്പിച്ച പാതയിൽ സഞ്ചരിച്ചവരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവർ സഞ്ചരിച്ച പാതയിൽ സഞ്ചരിച്ചവരാണ് അഇമ്മത്തുൽ അർബഅയും ശേഷമുള്ള ഇക്കാലം വരെയുള്ള ഉലമാഉം അഇമ്മത്തുൽ അർബഅയടക്കമുള്ള സർവ്വമഹാന്മാരും. ആ മഹാന്മാരുടെ താവഴിയിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിലുള്ള മാർഗങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കനിഞ്ഞേകി തന്നത്, പറഞ്ഞു തന്നത്. നാഥൻ അവിടുത്തെ കൊണ്ട് നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാവട്ടെ. നാളെ അവിടുത്തെ ഷഫാഅത്താണ് നമുക്ക് വേണ്ടത്. അവിടുത്തെ ആ ഒരു ഷഫാഅത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നത്. അവിടുത്തെ ഷഫാഅത്തില്ല എങ്കിൽ നമ്മളെല്ലാവരും വിരൽ കരിച്ചു പോവേണ്ട അവസ്ഥ വരും. നാളെ മുത്തുനബിയുടെ ഷഫാഅത്ത് ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മുടെ ദുആയും നമ്മുടെ ക്ലാസും എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി അസ്ഹാബിഹിൽ ബദരിയീൻ റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.